നമസ്കാരം, എല്ലാവർക്കും നക്ഷത്ര വോയിസിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ നമ്മളെ വേദനിപ്പിക്കുന്നത് പുറത്തു നിന്ന് വരുന്ന ആളുകളല്ല, നമ്മോട് ചേർന്നിരിക്കുന്നവരും ഒന്നിച്ചിരുന്ന് ചിരിച്ചവരും സങ്കട സമയത്ത് തോളൊതുക്കി നിൽക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നവരും അവരാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. മുന്നിൽ ചിരിച്ച് സംസാരിക്കുകയും പിന്നിൽ കുത്തുകയും ചെയ്യുന്ന ബന്ധുക്കളെ നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കും, ഞാൻ ഇവർക്ക് എന്ത് തെറ്റ് ചെയ്തത്? എന്നെ ഇങ്ങനെ വെറുക്കുന്ന കാരണം എന്താ? ഞാൻ ചെയ്ത നല്ല കാര്യങ്ങൾ ഇവർക്ക് ഒരിക്കലും കാണാനാവില്ലേ? സത്യം പറഞ്ഞാൽ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമ്മുടെ പോലത്തെ നല്ല ഹൃദയക്കാർ തന്നെയാണ്. എന്നാൽ മറുവശത്തെ ബന്ധുക്കൾക്ക് നമ്മുടെ മനസ്സ് മനസ്സിലാവില്ല. കാരണം ചില നക്ഷത്രങ്ങൾ അങ്ങനെയാണ്. ജീവിതത്തിൽ ബന്ധുക്കളുടെ ഭാഗത്ത് നിന്നുള്ള കഷ്ടത, വേദന, വഞ്ചന, അസൂയ ഇതെല്ലാം ജന്മനക്ഷത്രം കൊണ്ടുതന്നെ ഒരുപാട് ആളുകൾ നമ്മെ തെറ്റിദ്ധരിപ്പിക്കുകയും അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയും നമ്മളെ സാമ്പത്തികമായും മാനസികമായും തളർത്തുകയും ചെയ്യും. എന്നാൽ ഇവിടെ ഒരു വലിയ സത്യമുണ്ട്. ദൈവം ചിലരെ തന്നെ ഇത്തരത്തിലുള്ള കഷ്ടങ്ങൾ വഴി ശക്തരാക്കി തീർക്കുന്നു. ഭാഗ്യം വരാൻ മുന്നേ, വളരാൻ മുന്നേ വേദനയുടെ തീയിൽ അവരെ തീർച്ചയായും പൊള്ളണം. ഇന്നത്തെ വീഡിയോയിൽ നാം പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേദന, കഷ്ടത, പിന്നിൽ കുത്തൽ, ബന്ധുക്കളുടെ അസൂയ, പക, വ്യാജസ്നേഹം ഇവയെല്ലാം നേരിടേണ്ടി വരാറുള്ള 7 നക്ഷത്രക്കാർ ആരാണ്? നിങ്ങളുടെ നക്ഷത്രം ഈ ലിസ്റ്റിലുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട. ഇത് ദൈവം നൽകിയ ശിക്ഷയല്ല, ദൈവം നൽകാൻ പോകുന്ന വലിയ അനുഗ്രഹത്തിന് മുമ്പുള്ള പരീക്ഷയാണ്. എന്തുകൊണ്ട് ഈ നക്ഷത്രങ്ങൾക്ക് ഇത്രയധികം കഷ്ടം? എന്താണ് ഇവരുടെ ജീവിതത്തിലെ പിന്നിലെ ഡിവൈൻ റീസൺ? എല്ലാം ഒന്നായി പറയാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഭരണി നക്ഷത്രം ബന്ധുക്കൾ മൂലം വേദന ഏറ്റുവാങ്ങുന്നവരിൽ ആദ്യത്തേത്. ഭരണി നക്ഷത്രക്കാരെ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുന്നത് സ്വന്തം ബന്ധുക്കളാണ്. പുറത്തെ ആളുകൾ ഇവരെ ഭയപ്പെടും, പക്ഷേ ബന്ധുക്കൾ, അവർക്കാണ് ഭരണിയുടെ നല്ല മനസ്സ് ഉപയോഗപ്പെടുത്താനുള്ള വലിയ അവസരം. ഭരണി നക്ഷത്രക്കാർക്ക് ഒരു വലിയ പ്രശ്നമുണ്ട്. ഹൃദയം അതിവിശാലം. ആരും സഹായം ചോദിച്ചാൽ വേണ്ട എന്ന് പറയാൻ ഇവർക്കാവില്ല. എന്നാൽ അതേ ആളുകളാണ് ആവശ്യം കഴിഞ്ഞാൽ ഏറ്റവും വേഗത്തിൽ ഇവരെ മറക്കുകയും പിറകിൽ തെറ്റായി സംസാരിക്കുകയും ചെയ്യുന്നത്. ഇവർ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നവർ തന്നെ. വഞ്ചനയും കുത്തും കൊടുക്കുന്നത് കൂടുതലായിരിക്കും. കാരണം ഭരണി ഒരു ഷൈൻ ആകുമ്പോൾ അസൂയപ്പെടുന്ന ബന്ധുക്കൾ ചുറ്റും കൂട്ടം ചേരും. പക്ഷേ ഇവർക്കൊരു വലിയ ശക്തിയുണ്ട്, ദൈവികമായ ഒരു കംബാക്ക് പവർ. ഒരാൾ എന്തു ചെയ്താലും ഭരണിയെ താഴെയിട്ട് നിർത്താൻ ആരായാലും കഴിയില്ല. ആദ്യം കരയും, പക്ഷേ പിന്നെ അവർ എഴുന്നേൽക്കും. അവരെ തളർത്താൻ ആർക്കും ജനിച്ചിട്ടില്ല. ഭരണിക്ക് വരുന്ന കഷ്ടം ദൈവം നൽകിയ ശിക്ഷയല്ല, അവസാനം ലഭിക്കാനിരിക്കുന്ന വലിയ വളർച്ചയ്ക്കുള്ള മുന്നൊരുക്കമാണ്. ഇവരെ തളർത്തുന്നതാണ് അവരുടെ ജീവിതം മാറ്റുന്ന ടേണിംഗ് പോയിന്റ്. അതാണ് ഭരണിയുടെ കരുത്ത്. 2. കാർത്തിക നക്ഷത്രം ബന്ധുക്കളുടെ കാരണത്താൽ ഏറ്റവും കൂടുതൽ മെന്റൽ ലോഡ് വഹിക്കുന്നവൻ. കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കഷ്ടം വരുന്നത് പുറക്കാരിലൂടെയല്ല, സ്വന്തം വീട്ടിൽ നിന്നാണ്. ഇവരെ ബന്ധുക്കൾ ഒരിക്കലും സാധാരണ മനുഷ്യനായി കാണാറില്ല. എന്തു കാര്യവും ഇവരിൽ നിന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പണം, പിന്തുണ, സഹായം, ഉത്തരവാദിത്തം, അതുവരെ പോലും. സ്വന്തം പ്രശ്നങ്ങൾ കാർത്തികയ്ക്ക് തന്നെയാണ് ചുമത്തുക. കാർത്തിക നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ തെറ്റ് എന്താണെന്നോ? അവരെ ഇല്ല എന്ന വാക്ക് പറയാൻ പഠിച്ചിട്ടില്ല. ഇവരുടെ മൃദു സ്വഭാവം ഉപയോഗപ്പെടുത്താൻ ബന്ധുക്കൾക്കും അടുത്തുള്ളവർക്കും ഒരു വലിയ ശീലമാണ്. എന്നാൽ കാർത്തിക ഷൈനാകുന്ന സമയത്ത് ബന്ധുക്കളിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിരോധവും അസൂയയും വരുന്നത് ഇതേ കാരണത്താൽ. എന്ത് ചെയ്താലും ഇവരുടെ മുന്നോട്ടുള്ള യാത്ര തടഞ്ഞു നിർത്താൻ ബന്ധുക്കൾ ശ്രമിക്കും. വാക്കിലൂടെ, ഇടപെടലിലൂടെ, ചിലപ്പോഴൊക്കെ കള്ള വാർത്തകളിലൂടെ പോലും. എങ്കിലും കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരു ദൈവിക ഗുണമുണ്ട്.
അവരെ എത്ര ഇടിച്ചാലും അവർ അവസാനത്തിൽ സ്ഥിരമായി ഉയർന്നു നിൽക്കും. കാരണം ഇവരുടെ കഷ്ടം ദൈവം നൽകിയ പരീക്ഷയല്ല, ഉന്നതിയിലേക്ക് പോകുന്ന ഒരു പടവാണ്. നീളുന്ന കഷ്ടം, നീളുന്ന വിജയമാണ് ഇവർക്കുള്ളത്. ഒരു കാര്യം ഉറപ്പ്, ബന്ധുക്കൾ കൊണ്ട് ഇവർ വീഴാം, പക്ഷേ അവർ വീണിടത്ത് നിന്നേക്കാളും ഉയർന്ന സ്ഥലത്താണ് എഴുന്നേൽക്കുന്നത്. അടുത്തത് മകയിരം നക്ഷത്രം. മകയിരം നക്ഷത്രം ബന്ധുക്കളുടെ കാരണത്താൽ ഏറ്റവും കൂടുതൽ കണ്ണുനീർ വറ്റിക്കുന്നത്. മകയിരം നക്ഷത്രക്കാരുടെ ജീവിതം പുറത്തുനിന്ന് നോക്കുമ്പോൾ ശാന്തം, സുഖം, എല്ലാം നന്നായിരിക്കും എന്ന് തോന്നും. പക്ഷേ അവരുടെ യഥാർത്ഥ പോരാട്ടം വീട്ടിനുള്ളിലാണ്. ഇവരുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളിൽ 70% സ്വയം കൊണ്ടല്ല, ബന്ധുക്കളുടെ ഇടപെടലാണ് കാരണം. മകയിരത്തിൻ്റെ മനസ്സ് വളരെ സുതാര്യമാണ്. ആർക്കും ദോഷം ചിന്തിക്കില്ല, ആർക്കും തിരിച്ചടിക്കാൻ മനസ്സുണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ ഇവരെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നവരാണ് കൂടുതൽ. മകയിരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ വേദന ബന്ധുക്കൾ നടത്തുന്ന 3 കാര്യങ്ങളിൽ നിന്നാണ് വരുന്നത്. 1. അനാവശ്യമായ ഇടപെടലുകൾ. ജീവിതത്തെക്കുറിച്ചുള്ള സ്വകാര്യ കാര്യങ്ങളിൽ ഇവർക്ക് അഭിപ്രായം പറയാതെ ഇരിക്കാനാവില്ല. അത് ബന്ധുക്കളുടെ പ്രധാന ഹോബി തന്നെയാണ്. 2. ജനറേഷൻ ജഡ്ജ്മെൻറ്റ്. ഇവൻ ചെയ്യുന്നത് ശരിയല്ല, അവൾ ചെയ്താൽ കുഴപ്പമുണ്ട് എന്നിങ്ങനെ ഒട്ടും ആവശ്യമില്ലാത്ത വിമർശനങ്ങൾ എപ്പോഴും ഇവർക്കായിരിക്കും. 3. പക, അസൂയ. മകയിരം ആളുകൾക്ക് എന്തെങ്കിലും നല്ലത് കിട്ടുമ്പോൾ അതിൽ സന്തോഷിക്കുന്ന ബന്ധുക്കളുടെ എണ്ണം കുറവ്. ചെറിയൊരു മുന്നേറ്റം കണ്ടാലും അതുകണ്ട് കനലെറിയുന്നവരാണ് കൂടുതലും. പക്ഷേ മകയിരം നക്ഷത്രക്കാരുടെ കരുത്ത് അവരുടേതായൊരു രീതിയിലാണ്. ഇവർ പ്രതികാരം ചെയ്യില്ല, പക്ഷെ ദൈവം തന്നെ പ്രതികരിക്കും. മകയിരമാണെങ്കിൽ നീതി വൈകിയാലും ഒരിക്കലും നഷ്ടമാവില്ല. ദൈവിക സംരക്ഷണം ഇവർക്കുണ്ട്. അവർ അനീതിക്ക് അനുഭവിച്ചാൽ അത് ദീർഘകാലത്തേക്ക് നിലനിൽക്കില്ല. അവരുടെ ജീവിതത്തിൽ പിന്നീട് വരുന്ന ഉയർച്ച ബന്ധുക്കളെ ഞെട്ടിക്കും. മകയിരം നക്ഷത്രം നമുക്ക് പഠിപ്പിക്കുന്ന ഒരു വാക്ക്: നെഗറ്റീവ് ബന്ധുക്കൾ കൊണ്ട് പെട്ടെന്ന് തകരാം, പക്ഷേ അതിനു തകരാത്ത മനസ്സാണ് ദൈവം ഇവർക്ക് നൽകിയിരിക്കുന്നത്. അടുത്തത് പൂയം നക്ഷത്രം. ഏറ്റവും നിരപരാധികളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ബന്ധുക്കളാണ്. പൂയം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്: ഇവർ മനസ്സിന് പരമസൗമ്യരായ ആൾക്കാരാണ്. പക്ഷേ ഈ സൗമ്യത തന്നെ ബന്ധുക്കൾ ഇവർക്കെതിരെ ഉപയോഗിക്കുന്ന വലിയൊരു ആയുധമാണ്. പൂയം നക്ഷത്രക്കാർ മറ്റുള്ളവരെ സഹായിക്കാനും തങ്ങളുടെ കൈവശമുള്ളത് പങ്കുവയ്ക്കാനും എപ്പോഴും തയ്യാറാണ്. എന്നാൽ പ്രശ്നമെന്തെന്നാൽ അവർ ഇത് വിലമതിക്കാൻ പറ്റാത്തവരെ സഹായിക്കുന്നു. 1. ബന്ധുക്കളുടെ അതിരില്ലാത്ത പ്രതീക്ഷകൾ. പൂയം ആളുകൾ ഒന്ന് സഹായിച്ചാൽ അത് ഇവരുടെ കടമ പോലെ അവർക്ക് തോന്നും. ഇനിയും ഇനിയും ചെയ്യണമെന്ന ആഗ്രഹം. എന്നാൽ ഇതിൽ പൂയം നക്ഷത്രക്കാരുടെ മനസാക്ഷിയാണ് പാടുപെടുന്നത്. 2. ശാന്തമായ സ്വഭാവത്തെ ദൗർബല്യമായി കാണുന്നത്. പൂയം നക്ഷത്രക്കാർ വലിയ കാര്യങ്ങളിലോ ചെറുതിലോ വളരെ കുറച്ചു പേർ മാത്രമേ കോപം കാണിക്കാറുള്ളൂ. അതുകൊണ്ട് ബന്ധുക്കൾ ഇവർ ഒന്നും പറയില്ല എന്നാണ് കരുതുക. അവരുടെ ഈ തോന്നലാണ് പൂയം നക്ഷത്രക്കാർക്ക് വലിയ ദുരിതങ്ങളുടെ കാരണമാവുന്നത്. 3. അസൂയ. പൂയം നക്ഷത്രത്തിൻ്റെ സ്ഥിര സുഹൃത്ത്. പൂയം ആളുകൾ വളരുന്നതും ഒരു നല്ല ജോലി നേടുന്നതും കുടുംബത്തിൽ ഉത്തരവാദിത്ത സ്ഥാനത്ത് വരുന്നതും ബന്ധുക്കളുടെ കണ്ണിൽ വളരെ വലിയ കുറ്റമാണ്. ഇവരുടെ ഒരു ചെറിയ വളർച്ച പോലും അവരെ എരിച്ചു മാറ്റും. ഇത് തന്നെയാണ് പൂയം നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒട്ടേറെ തടസ്സങ്ങളുടെ കാരണം. പക്ഷേ ഒരിക്കലും മറക്കരുത്, പൂയം നക്ഷത്രത്തിന് ദൈവിക സംരക്ഷണമുണ്ട്. വ്യക്തമായി പറഞ്ഞാൽ പൂയം നക്ഷത്രക്കാരെ കാണാതെ ബന്ധുക്കൾക്ക് കഴിയുമെങ്കിലും ദൈവം ഇവരെ ഒരിക്കലും വിട്ടുകൊടുക്കില്ല. നീതി വൈകാം, പക്ഷേ പൂയം നക്ഷത്രത്തിൻ്റെ ജീവിതത്തിൽ അതൊരിക്കലും നഷ്ടമാകില്ല. ഇവരെ പിഴുതെറിയാൻ ശ്രമിക്കുന്നവർ തന്നെ ഒടുവിൽ വന്ന് ഇവരോട് ആശ്രയിക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തും. കാരണം പൂയം നക്ഷത്രം ജന്മനാ രക്ഷിതാക്കളുടെ നക്ഷത്രമാണ്. അവരെ ദൈവം നോക്കിയിട്ട് വിടുകയില്ല. അടുത്തത് പൂരാടം നക്ഷത്രം. ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെടുന്ന നക്ഷത്രം. പൂരാടം നക്ഷത്രക്കാരെക്കുറിച്ച് ഒരു കാര്യം ഉറപ്പാണ്: ഇവർ മനസ്സിൽ കരുതുന്നതും സംസാരിക്കുന്നതും ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം നേരെയാണ്.
പക്ഷേ ബന്ധുക്കൾക്കും മറ്റുള്ളവർക്കും ഇത് നേരത്തം തന്നെയാണ് വലിയ പ്രശ്നമാകുന്നത്. കാരണം പൂരാടം ആളുകളിൽ നാടകം കളിക്കില്ല, നീളമുള്ള നുണ സംസാരിക്കില്ല, തങ്ങളുടെ മനസ്സിൽ ഇല്ലാത്തത് ഒരിക്കലും നടക്കുകയുമില്ല. ഒന്ന്, ഇവരുടെ വിജയമാണ് ബന്ധുക്കളുടെ അസൂയയ്ക്കുള്ള കാരണം. പൂരാടം ആളുകൾ വളരാൻ തുടങ്ങുമ്പോൾ അത് ബന്ധുക്കൾക്ക് ഇഷ്ടമാകാറില്ല. കാരണം ഇവരുടെ വളർച്ച സ്വന്തം കഴിവിലൂടെയും പരിശ്രമത്തിലൂടെയും എന്നതാണ് എല്ലാവരും അറിയുന്നത്. അവർ സഹായം ചെയ്തുകൊണ്ടാണ് വളർന്നത് എന്ന് അഭിമാനിക്കാനും ബന്ധുക്കൾക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ അസൂയയും വിഷവുമാണ് ഇവർക്ക് ബന്ധുക്കളിൽ നിന്ന് കൂടുതൽ ലഭിക്കുന്നത്. 2, പൂരാടത്തിൻ്റെ ഇല്ല എന്ന വാക്ക് ആളുകൾക്ക് സഹിക്കില്ല. പൂരാടം നക്ഷത്രക്കാർ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് പറ്റില്ലെന്ന് നേരെ പറയുന്നവരാണ്. ഈ സത്യസന്ധത പലർക്കും ഇഷ്ടമാകില്ല. ചില ബന്ധുക്കൾക്ക് ഇതിനെ അഹങ്കാരം എന്ന് വിളിക്കുകയും ചെയ്യും. പക്ഷേ യാഥാർത്ഥ്യം ഇവർക്ക് പറ്റാത്തതൊന്നും ഒട്ടും നടിച്ചു കാണിക്കില്ല. 3, മനസ്സിലുണ്ടായിട്ടില്ലെങ്കിലും ഇവരെ ആളുകൾ കുറ്റപ്പെടുത്തും. പൂരാടം ആളുകൾക്ക് ഒരു കാര്യവും വെട്ടിപ്പിടിച്ചു വെക്കാൻ സാധിക്കില്ല. ആളുകളെ വേദനിപ്പിക്കാൻ ഇവർ ഇഷ്ടപ്പെടുകയുമില്ല. പക്ഷേ പൂരാടം നക്ഷത്രം തിരിച്ചടിക്കുമ്പോൾ എല്ലാം മാറും. പൂരാടം ആളുകൾ ഒന്നിച്ചു പൊട്ടിത്തെറിക്കുന്നത് വളരെ അപൂർവം. പക്ഷേ ഒരിക്കൽ ഇവർ മതി, ഇനി ആർക്കും വേണ്ടി തളരില്ല എന്ന് തീരുമാനിച്ചാൽ ബന്ധുക്കൾ തന്നെയാണ് ഒടുവിൽ മിണ്ടാതാകുന്നത്. പൂരാടം നക്ഷത്രത്തിന് വലിയൊരു മനസ്സും വലിയൊരു കരുത്തും ഒന്നിച്ചു തന്നെയാണ് ദൈവം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവർ അടിച്ചമർത്തപ്പെട്ടാലും നിശബ്ദമാക്കിയാലും ഒടുവിൽ ഉയർന്നു തന്നെയാണ് ഇവർ വരുന്നത്. പൂരാടം നക്ഷത്രം ബന്ധുക്കൾ ഉണ്ടാക്കിയ കഷ്ടങ്ങൾക്കപ്പുറം ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടങ്ങൾ നേടുന്ന നക്ഷത്രങ്ങളിൽ ഒന്നാണ്. അടുത്തത് തിരുവോണം നക്ഷത്രം. പുറമേ ശാന്തം, അകത്ത് കടൽ പോലെ ആഴമുള്ളവർ. തിരുവോണം നക്ഷത്രം പുറത്ത് നല്ല ശാന്തമായിരുന്നാലും ഹൃദയത്തിൽ അത്രയും ആഴവും കരുത്തുള്ളവരുമാണ്. എല്ലാവർക്കും നല്ലത് മാത്രം ചിന്തിക്കുന്ന ഇവരെ വേദനിപ്പിക്കുന്നതും വഞ്ചിക്കുന്നതും ഏറ്റവും കൂടുതലായി ബന്ധുക്കൾ തന്നെയാണ് എന്നാണ് യാഥാർത്ഥ്യം. 1, തിരുവോണം നക്ഷത്രമുള്ളവരുടെ മൃദു സ്വഭാവം തന്നെയാണ് എല്ലാവരും ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്നത്. ഇവർക്ക് ഇല്ല എന്ന വാക്ക് പറയാൻ പറ്റാത്തൊരു സ്വഭാവമുണ്ട്. അവർക്ക് ഇഷ്ടമില്ലെങ്കിലും ബന്ധുക്കൾക്കായി ചെയ്തു കൊടുക്കും. പക്ഷേ ഈ കാര്യം പിന്നീട് ഇവർക്ക് തന്നെ കഷ്ടമായി മാറും. കാരണം ആളുകൾ ഇവരുടെ ഈ മനസ്സിനെ ദൗർബല്യമായി എന്ന് കരുതും, വേറൊരു ആവശ്യത്തിനും ഉയർത്തും. 2, ഇവരുടെ നേട്ടം ബന്ധുക്കൾക്ക് സഹിക്കില്ല. തിരുവോണം നക്ഷത്രക്കാർ ഒന്ന് ചെയ്യാൻ തുടങ്ങിയാൽ ശ്രദ്ധയോടെ, കൃത്യമായി, സമർപ്പണ ബോധത്തോടെ ചെയ്യും. അതുകൊണ്ട് ഇവർ വളരുന്ന പാത വളരെ മന്ദമായിരിക്കും, പക്ഷേ അത്രയും തന്നെ ഉറപ്പുള്ളതായിരിക്കും. ഇതാണ് ബന്ധുക്കൾക്ക് അസഹ്യമായത്. ചിലർ മുഖത്ത് ചിരിച്ചാലും അകത്ത് ഇവരുടെ വളർച്ച കാണാൻ അസൂയ പിടിപ്പുള്ളവരും ഉണ്ടാകും. 3, സഹിച്ചതിൻ്റെ അതി കടന്നാൽ തിരുവോണം നക്ഷത്രം മാറും. തിരുവോണം നക്ഷത്രക്കാർ വളരെ നാൾ സഹിക്കും, ഒരാളും പ്രതീക്ഷിക്കാത്ത അത്രയും. പക്ഷേ ഒരിക്കൽ അവർ മതി, ഇനി ആളുകൾ ഉപയോഗിക്കാൻ ഞാനില്ല എന്നു തീരുമാനിച്ചാൽ അവർ പിന്നോട്ട് തിരിയില്ല. 4, ദൈവാനുഗ്രഹം ഇവരെ കാത്തു നിൽക്കും. തിരുവോണം നക്ഷത്രക്കാർക്ക് സ്വന്തമായി ഒറ്റപ്പെട്ട അനുഭവം ജീവിതത്തിൽ ഏറെയായി അനുഭവിക്കും. പക്ഷേ ഇവർ വീഴും എന്നില്ല. കാരണം ശനിയുടെ കനത്ത കാവൽ ഇവർക്കുമേൽ ഉണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ തിരുവോണം നക്ഷത്രക്കാർ ബന്ധുക്കൾ മൂലമുണ്ടായ കഷ്ടങ്ങൾക്കു ശേഷം തന്നെയാണ് ഏറ്റവും വലിയ ഉയർച്ചയിലെത്തുന്നത്. അവരുടെ മനസ്സിൻ്റെ വലിപ്പം, ശാന്തത, സമർപ്പണം ഒടുവിൽ ഇവർക്കെതിരെ വന്നവരുടെ മുന്നിൽ വലിയൊരു മറുപടിയായി തീരും. അടുത്തത് അവിട്ടം നക്ഷത്രം. മിടുക്കും മേന്മയുമുള്ളവർ, പക്ഷേ ബന്ധുക്കൾക്ക് ഇഷ്ടമല്ല. അവിട്ടം നക്ഷത്രക്കാർ ജന്മം മുതൽ തന്നെ തലയിൽ ബുദ്ധിയും കയ്യിൽ കഴിവുമുള്ളവരാണ്. പക്ഷേ ഇതുതന്നെയാണ് ചില ബന്ധുക്കളുടെ കണ്ണിൽ ഇവരെ മുന്നിൽ വരേണ്ട ആളുകളാക്കി കാണുന്നത്. 1, അവിട്ടം നക്ഷത്രക്കാർ മുന്നോട്ട് പോകുമ്പോൾ ബന്ധുക്കൾക്ക് പേടിയാണ്. ഇവർ മറ്റുള്ളവരെ പോലെ വേഗത്തിൽ ആവേശത്തോടെ ഓടുന്നവരല്ല. പക്ഷേ ഒരിക്കൽ ലക്ഷ്യം തീരുമാനിച്ചാൽ തുടർച്ചയായി പരിശ്രമിക്കുന്നവരാണ്. അവിട്ടക്കാരുടെ ഓപ്പൺസ് ആണ് പലപ്പോഴും കഷ്ടം വരുത്തുന്നത്. അവിട്ടം നക്ഷത്രക്കാർ ഉള്ളതൊക്കെ തുറന്നു പറയുന്ന നല്ല മനസ്സുള്ളവർ.
പെട്ടെന്ന് വഞ്ചിക്കപ്പെടുന്നവർ എന്നും പറയുന്നതിൽ തെറ്റില്ല. ബന്ധുക്കളോട് വിശ്വസിച്ച് തൻ്റെ പ്ലാൻ, സ്വപ്നങ്ങൾ, പണകാര്യങ്ങൾ എന്നിവ പറഞ്ഞാൽ പിന്നീട് അതേ കാര്യങ്ങൾ ഇവർക്കെതിരെ ആയുധമാക്കുന്നത് ഇവരുടെ ഭാഗ്യമാണ്. 3. കഷ്ടം വരുമ്പോൾ ഒറ്റപ്പെടലാണ് ആദ്യ അനുഭവം. അവിട്ടം നക്ഷത്രക്കാർക്ക് തെറ്റിദ്ധാരണകളും അപ്രതീക്ഷിതമായ ഫാമിലി പൊളിറ്റിക്സുകളും അനുഭവിക്കേണ്ടി വരും. ചില ബന്ധുക്കൾ ചിരിച്ചു നേരിൽ വരും, പിന്നിൽ ഇവരുടെ കാര്യങ്ങൾ കുറ്റം പറയുന്നവരും ഉണ്ടാകും. ഈ നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ വേദന ഞാൻ ചെയ്ത നല്ലതൊന്നും ആരും കാണുന്നില്ല എന്നുള്ള ഫീലിങ്സ് തന്നെയാണ്. 4. പക്ഷേ ഇവർ വീണാൽ എഴുന്നേൽക്കുന്നത് 10 മടങ്ങ് ശക്തിയോടെ. അവിട്ടം നക്ഷത്രത്തിൻ്റെ കഷ്ടങ്ങൾ ഇവരെ തകർക്കാനല്ല, കൂടുതൽ ശക്തരാക്കാനാണ്. അവിട്ടം നക്ഷത്രങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട്. മനസ്സടച്ചാൽ, ബന്ധം വേട്ടയാടിയാൽ അവർക്കല്ലാത്തതുപോലെ തന്നെ മുന്നോട്ടു പോകും. വേദന നൽകിയ ബന്ധുക്കൾ ഒടുവിൽ കാണും. അവിട്ടക്കാരെ തളർത്താനല്ല, ദൈവം അവരെ ഉയർത്താനാണ് കഷ്ടം കൊടുത്തത്. ചുരുക്കി പറഞ്ഞാൽ അവിട്ടം നക്ഷത്രക്കാർ ബന്ധുക്കളിൽ നിന്നുള്ള കഷ്ടങ്ങളും വഞ്ചനകളും ഒടുവിൽ ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മെച്ചത്തിലേക്കാണ് നയിക്കുന്നത്. ഈ പറഞ്ഞ 7 നക്ഷത്രക്കാർ ബന്ധുക്കൾ മൂലം ഏറ്റവും അധികം വേദന അനുഭവിച്ചവരാണ്. സ്വന്തക്കാരിൽ നിന്നുള്ള വഞ്ചനയാണ് ഇവരുടെ ഹൃദയം കീറിപ്പറിക്കുന്നത്. പക്ഷേ ഓർക്കണം, ദൈവം ഏറ്റവും ശക്തമായ യോദ്ധാക്കളെ തന്നെയാണ് ഏറ്റവും കഠിനമായ പരീക്ഷയിലൂടെ നടത്തുന്നത്. ഇനി നിങ്ങളോട് വിരൽ ചൂണ്ടി നിൽക്കുന്ന ബന്ധുക്കൾ നാളെ നിങ്ങളുടെ വിജയത്തിൻ്റെ പ്രകാശം കണ്ടിട്ട് അവരെ തന്നെ തല താഴ്ത്തി നിൽക്കും. നിങ്ങളുടെ കണ്ണുനീർ വെറുതെയല്ല, നിങ്ങളുടെ നന്മയും മനസ്സും ദൈവം കണ്ടിട്ടുണ്ട്. 2025 2026 നിന്നാരംഭിച്ച് ഈ നക്ഷത്രക്കാർക്ക് ഒരു പുതിയ ഭാഗ്യവാതിൽ തുറക്കും. വഞ്ചനയ്ക്ക് പകരം വിജയം, വേദനയ്ക്ക് പകരം സമാധാനം, ഇരുട്ടിനു പകരം ഒരു പുതിയ പ്രകാശം. അതിനാൽ ഒരു കാര്യവും മറക്കരുത്, നിങ്ങളെ വേദനിപ്പിച്ചവർ നിങ്ങളെ തകർക്കാനല്ല, നിങ്ങളെ ശക്തരാക്കാനാണ് ദൈവം അയച്ചതെന്ന്. ഈ 7 നക്ഷത്രങ്ങളിൽ ഒന്നാണോ നിങ്ങൾ? കമൻറ്റിൽ ഞാൻ എന്ന് എഴുതൂ. ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് ഞാൻ പറയട്ടെ. ഇനി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗ്യത്തിൻ്റെ കാലമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.